അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ സമൂഹിൻ്റെ കുറച്ച് വേളായിക്കോട്ടെ. സമൂഹം പറഞ്ഞാൽ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നമ്മളെ സമ്മതേ കാട്ടുവളപ്പിൽ സമത് കാട്ടുകള്ളൻ്റെ ഇന്ന് സമതിൻ്റെ കുറച്ച് വർത്താനായിക്കോട്ടെ. സമതേ പറയാം. അതിക്ക് പേരോട് ഉസ്താദിൻ്റെ ക്ലിപ്പ് ഓനൊന്ന് ഇടുന്നുണ്ട്. പേരോട് ഉസ്താദിൻ്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്. അത് നമ്മളൊന്ന് ഇട്ടിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് സമത് തുടങ്ങും. വീട് പൊളിഞ്ഞു ചാടി കാട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വലിയ ഒരു കൊമ്പനാന ആനയുടെ മുമ്പിൽ ചെന്ന് ആനയോട് പച്ച മലയാളത്തിൽ ഞങ്ങളൊന്നും ചെയ്യരുതേ, ഞങ്ങൾ വളരെ വിഷമിച്ച് വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നത് ആനയുടെ കണ്ണിന്ന് വെള്ളം വരുന്നു എന്നാണ്. ആനയുടെ കാൽക്കൽ ആ സ്ത്രീയും കുട്ടിയും നേരം വെളുക്കുന്നവരെ കഴിച്ചുകൂട്ടി എന്ന് അവൾ അനുഭവം പറയാണ്. അതിപ്പോ ആ സ്ത്രീ എന്തായാലും കറാമത്ത് പറഞ്ഞൊന്നുമല്ല എന്ന് ഉറപ്പാണല്ലോ. മഹാനായ CM വലിയുള്ളാഹിയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന കാട്ടാനകളും ഈ അമ്മയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന് സംരക്ഷണം നൽകിയ കാട്ടാനയും എല്ലാ കാട്ടാനകളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായല്ലോ. ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സുജാത ചേച്ചി അവിടുന്ന് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞിരുന്നു. സുജാത ചേച്ചി വീട് പൊളിഞ്ഞാടിയപ്പോൾ സുജാത ചേച്ചി അടുക്കളൻ്റെ ഭാഗത്തിലൂടെ പുറത്തോട്ട് ചാടിയപ്പോൾ പേരക്കുട്ടി അമ്മയെ ഞാനിവിടെ ഉണ്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സുജാത ചേച്ചി കൈ നീട്ടിക്കൊടുത്ത് കൈവിരലിലൂടെ തൂങ്ങിപ്പിടിച്ച് പുറത്തോട്ട് വന്നപ്പോഴത്തേന് രണ്ടാമത് ഉരുൾപൊട്ടി. മരം വന്ന് ഇടിച്ചെൻ്റെ മറ്റേ കൈ പൊട്ടി. എന്നാലും ഞാൻ ആ ചളിയിലൂടെ നീന്തി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ കാപ്പിത്തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ കാപ്പിത്തോട്ടത്തിൽ കൊമ്പനാന നിൽക്കുന്നുണ്ട്. ആ കൊമ്പൻ്റെ മുന്നിൽ ചെന്നു. കൊമ്പൻ ഇത്രയും കുടുങ്ങി വന്ന ആ കൊമ്പൻ്റെ മുന്നിൽ ഇനി പെടുമോ എന്ന് ബേജാറായിട്ട് കൊമ്പനോട് പറഞ്ഞു, കൊമ്പനെ ഞാൻ അത്രയും വേദനയിലും വിഷമത്തിലുമാണ് വരുന്നത്, ആയതുകൊണ്ട് എന്നൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ആ കൊമ്പനോട് പറഞ്ഞപ്പോൾ കൊമ്പൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നു എന്ന് ആ സുജാത ചേച്ചിയാണ് പറയുന്നത്. ഇതൊരു വലിയോ മഹാനോ ഒന്നുമല്ല പറയണത്. ഈ വിഷയം പേരോട് ഉസ്താദ് പറഞ്ഞു. ഇതിപ്പോൾ ഇവർക്കേ പറയാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഈ കാട്ടുകള്ളന്മാർക്കേ പറയാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇവനെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തുടങ്ങിയതല്ലേ മഹാനായ പേരോട് ഉസ്താദ് അവരുടെ പ്രഭാഷണം. പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം ഇവനെ പ്രസവിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് തുടങ്ങിയതല്ലേ. എന്നിട്ട് ആ പേരോട് ഉസ്താദിനോന് കിതാബ് എഴുതാൻ നിൽക്കുകയാണ്. ഏതായാലും ആവട്ടെ. എന്നിട്ട് ആ വിഷയം പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞപ്പോൾ ഇതാ നമ്മളുടെ നമ്മളെ ഈ ഇന്നത്താണ് സമു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആ അമ്മൻ്റെ വർത്താനം കിട്ടിയപ്പോൾ ഇയാൾക്ക് ഇതിനെ ആക്റ്റീവായത്. ആ അമ്മൻ്റെ വർത്താനം കിട്ടിയപ്പോഴാണ് ഇയാൾക്ക് ഇതിന് ആക്റ്റീവായത് എന്ന് പറഞ്ഞത് പേരോട് ഉസ്താദിനാണ് പറയണത്. എന്താണ് ഇപ്പോൾ വിഷയം എന്നറിയോ? ആ വിഷയം നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇതിന് മുമ്പ് നിങ്ങൾ ആരെയും കേട്ടിരുന്നോ? മടവൂർ ശൈവനാൻ്റെ ഈ ആനൻ്റെ സംഭവം അയാൾ അത്ര ഉസാറായി പറയണത്? പൊന്നാര സമതേ, ഇതൊരു കാര്യം മനസ്സിലാക്കിക്കോ. നിന്നെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തുടങ്ങിയതാണ് പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണവും കാര്യങ്ങളും. ആ മടവൂർ ഷെയ്ഖുന ഇന്നും നിലയുള്ളതല്ല. മടവൂർ ഷെയ്ഖുനാനെ ഇജ്ജ് കണ്ടിട്ടെന്നല്ലോ. കണ്ടോനെ കണ്ടിക്കണേ? എൻ്റെ കാട്ടുകള്ളം കണ്ടിക്കണോ? അല്ലാഹു അഅലം. ഏതായാലും ഇജേതായാലും കണ്ടിട്ടില്ല. എന്നിട്ട് ഇജാണ് ഇപ്പോൾ പേരോട് ഉസ്താദിന് മടവൂർ ഷെയ്ഖുനാൻ്റെ കഥ പിന്നെ ആനൻ്റെ കഥ ഇത്ര ഉഷാറായിട്ട് പറഞ്ഞിരുന്നു. എടാ ചങ്ങായി, ഇജ് പേരോട് ഉസ്താദിൻ്റെ വയലുകളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. പേരോട് ഉസ്താദ് എത്രമാത്രം മഹാനായ ഷെയ്ഖുന CM വലിയുള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നത് ഏതെല്ലാം ചരിത്രങ്ങളുണ്ടെന്ന് പോയി പരിശോധിച്ച് നോക്ക്. എന്തെല്ലാം വിഷയങ്ങൾ. അൻ്റെയും പിന്നെ കുഞ്ഞൈമീൻ്റെയും നൗഷാദിൻ്റെയും മാതിരി കെട്ടുകഥകളല്ല പറയണത്. നിങ്ങൾ പറയുന്നത് കെട്ടുകഥകളല്ല പറയണത്. യഥാർത്ഥത്തിൽ വാക്യത്തിൽ സംഭവിച്ച സംഭവങ്ങളാണ് ആര് പറയണത്? പേരോട് ഉസ്താദ് പറയണത്. മനസ്സിലായി എനിക്ക്? എന്നിട്ട് പേരോട് ഉസ്താദ് ഇതിൻ്റെ മുന്നേ ഇയാൾ ഇതേമാർക്കത്തെ കഥ പറഞ്ഞ നിങ്ങൾ കേട്ടിക്കണോ? പേരോട് ഉസ്താദൊക്കെ ഏത് കാലം തുറത്തിക്കണം പൊന്നാരന്ത്രൻസേ.
ഇപ്പൊ ഈ വയനാട്ടിലുള്ള ഈ കൊമ്പനാന്റെ ആ മുത്തശ്ശി അമ്മ എന്തോ പറഞ്ഞു, അതെന്തോ ഞമ്മക്കറിയില്ലല്ലോ. പറഞ്ഞത് എനക്കറിയില്ല, ഞമ്മക്കറിയില്ല എന്നല്ല, എനക്കും കുഞ്ഞേമീനും പിന്നെ നൗഷാദിനും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങൾക്കൊക്കെ അറിയാം. അതേ സുജാത ചേച്ചി അവിടുന്ന് ശരിക്ക് പത്രക്കാർ ചോദിച്ചകാണ്ട് പത്രക്കാരോട് നേരിക്ക് 37 പറഞ്ഞതാണ്. എന്തോ പറഞ്ഞിക്കല്ല അതിനെ പരിഹസിക്കുകയാണില്ലേ, എല്ലാറ്റിനെയും പരിഹസിക്കുകയാണ്. ആ വയനാട് പിന്നെ ദുരന്തത്തിന് ഉരുൾപൊട്ടലിനെ വരെ പരിഹസിക്കുകയാണില്ലേ. ഏതായാലും അനക്കൊന്നും ഉറക്കാത്ത കജ്ജില്ല ചങ്ങായിയെ. അത് കിട്ടിയപ്പോഴാണ് ഇവർക്ക്, എന്നിട്ടോ അതും ഇതൊക്കെ ഒരേപോലെയാണ്. പൊന്നാര സമതേജ് വല്ലാത്ത സാധനം തന്നെ കേട്ടോ. അത് കിട്ടിയപ്പോഴാണ് ഇപ്പോൾ ബൽക്ക് അതും ഇതും ഒക്കെ ഒരേപോലെയാണ്. പൊന്നാര മൊയന്തേ, അവിടെ നടന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ഉരുൾപൊട്ടുക എന്നുള്ളത്. അത് വയനാട് സംഭവിച്ചപ്പോൾ അമുസ്ലിമായ ഒരു സഹോദരി സുജാത ചേച്ചി പറഞ്ഞ കഥ ആണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാത്ത എന്താ? ആ കഥ പറഞ്ഞപ്പോൾ അവിടെ പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൻ്റെ ബാക്കി പറയുന്നുണ്ട്. എന്താ കേട്ടില്ലേ? ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ആ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മിഞ്ഞാന്നാലാന്നിട്ട് ആ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇജ കേട്ടിട്ടില്ല ആ പേരോട് ഉസ്താദ് പറയണതിൻ്റെ ബാക്കി? അതിൻ്റെ ബാക്കി ഉസ്താദ് എന്താ പറയണെന്നുള്ളത്? അതിനെ പരിഹസിക്കുക. അത് കിട്ടിയിട്ട് മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, എല്ലാവരും കേട്ട കാര്യമല്ലേ. ഏതായാലും ആണോ? അതും ഇതും തുലനം ചെയ്യാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബി സഫീനത്ത് എന്നവരുടെ മുമ്പിൽ സിംഹം അവിടുത്തെ വാക്ക് കേട്ട അന മൗലാ റസൂലില്ല എന്ന് വാക്ക് കേട്ട് അവിടെ നിന്നതും, മഹാനരായ ഖുതുബുൽ ആലം ശൈഖുന മടവൂർ ആനയോട് സംസാരിച്ച് ആന അവിടെ വഴങ്ങി നിന്നതും, ഈ മുത്തശ്ശി അമ്മ പറഞ്ഞതൊക്കെ തുല്യമാക്കി കൊണ്ടുപോവുകയാണ്. അപകടമുണ്ട്. എടാ ചെങ്ങായിയെ, ചെറിയ കുട്ടികൾക്ക് 4ാം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് വരെ അറിയാം എന്താണ് ആ പറഞ്ഞത് കൊണ്ടുള്ള ലക്ഷ്യം എന്നുള്ളത്. അപകടമുണ്ട്. എന്ത് അപകടമാണ് അതിലുള്ളത്? പേരോട് ഉസ്താദ് പറഞ്ഞ എന്താണ്? പേരോട് ഉസ്താദ് പറഞ്ഞത് ആ സുജാത ചേച്ചിയുടെ മുന്നിൽ നിന്ന കൊമ്പനാനയെയും നിയന്ത്രിക്കുന്നത് റബ്ബാണ്. മടവൂർ CM വലിയുള്ളാഹി തങ്ങളെ അടുക്കലേക്ക് വന്ന ആ കാട്ടാനയെയും നിയന്ത്രിക്കുന്നവൻ റബ്ബാണ് എന്നാ പറഞ്ഞത്. എന്ത് അഭിപ്രായമുള്ളത്? എന്ത് 2 അഭിപ്രായം എനിക്ക് അതിലുള്ളത്? അതിലെന്ത് 2 അഭിപ്രായം എനിക്കുള്ളത്? അല്ലാതെ എൻ്റെ കാട്ടുകളെന്നാ നിയന്ത്രിക്കണത്? ഓടാ അവിടുന്ന്. അല്ലെങ്കിൽ ഏതോ ആളുകൾ എന്തോ പറഞ്ഞ അതൊക്കെ അങ്ങനെ ഉണ്ടോ? നിങ്ങളല്ലേ ഈ മൗസൂക്കും ബിഹിയൊക്കെ ആയിട്ട് വന്നീന്? എൻ്റെ മൗസൂക്കും ബിഹി ഏതായാലും അൽഹംദുലില്ലാ ഒരുപാട് നന്ദിയുണ്ട്. ഇവരുടെ ഈ വാക്കുകൾ, ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ കൊണ്ട്, ഈ പ്രസംഗങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾ അതിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് പാവങ്ങളായ മൂല്യന്മാർ, പാവങ്ങളായ നാടന്മാരൊക്കെ അതിൽ കുടുങ്ങിയിരുന്നു കുറേ കാലങ്ങളായിട്ട്. അൽഹംദുലില്ലാ. ഏതായാലും കുറേ ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അറിയുന്ന കുടുങ്ങിയ പലരും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കറിയാം. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തോ കേട്ടോ വിളിച്ചു പറയരുതെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നിങ്ങളാക്കും മറന്നുപോയോ? നട്ടപ്പാതിരിക്ക് കൂരാകൂരി ഇരുട്ടിൽ കറുത്ത ആന കരയുന്ന കണ്ണീര് പൊരിഞ്ഞ മഴയുള്ള സമയത്ത് ആരാ കാണുന്നത്? അങ്ങനെ കാണൂ? ഇപ്പം എൻ്റെ എല്ലാതും പൊളിഞ്ഞല്ലോ. എൻ്റെ മൗസ് നോക്കുമ്പി പൊളിഞ്ഞല്ലോ പൊന്നാര സമതേ. നട്ടപ്പാതിര നേരത്ത് കൂരിയാക്കൂരി ഇരുട്ടിൽ പെരും മഴ പെയ്യുമ്പോൾ കണ്ണീര് വരുന്നത് കാണുമോ? ആരാ അത് കാണുന്നത്? അപ്പം അത് കാണാൻ കഴിവുള്ളവരൊന്നുമില്ലല്ലേ? അത് കാണാൻ കഴിവുള്ളവരില്ല. ഇപ്പം കറാമത്തും മൊയ്ജിസത്തൊക്കെ ഇപ്പം എന്തായിടോ മോനെ? എന്തായിപ്പോ കറാമത്തും മൊയ്ജിസത്തൊക്കെ ഇപ്പം എന്തായിപ്പോ? അപ്പം അതൊന്നും കാണൂലല്ലേ? സുജാത ചേച്ചി പറഞ്ഞ ചങ്ങായി കണ്ടാ പറഞ്ഞതേ. ഇജ്ജ് കാണുമെന്ന് ചോദിച്ചാൽ 37 കണ്ടു എന്നാ പറഞ്ഞത്. ഞാൻ കണ്ടു എന്നാ പറഞ്ഞത് 37. 37 കണ്ടതാണ് പറഞ്ഞിരിക്കുകയാണ്. ഇജ്ജ് ആരാ കാണുന്നു വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പം എൻ്റെ ഈ പറയപ്പെട്ടതിലൊന്നും ഇപ്പോൾ ഇതൊന്നും ഇല്ലേ? മോചിതത്തിലും കറാമത്തിലൊന്നും പെടൂലേ? ഇങ്ങനെയൊക്കെ ആരാ കാണുന്നതെന്നൊക്കെ ചോദിക്കണ്ടല്ലോ ഇജ്ജ്. ചോദിക്കാലോ. 2 മണിക്കാണ് ഉണ്ടായത്. ആ സമയത്ത് ഓടിച്ചെന്നിട്ട് കൂരാകൂരിട്ട് കരണ്ടുമില്ല, ഒഴിച്ചുള്ള
എല്ലാം കൂടിയായി നിൽക്കുന്ന സമയത്ത് കൂരാകൂരിട്ടിൽ കറുത്ത ആനയാണ്, കറുപ്പാണ്, മാത്രമല്ല ശക്തമായ മഴയാണ്, ആന മൊത്തം നനഞ്ഞിരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണിൻ്റെ കണ്ണീര് കാണുമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ട് ഞങ്ങളിപ്പം പറഞ്ഞത് ഇവനാ വന്നിട്ട് കാറാമത്തേറ്റ് നടക്കുന്നത്, ഇവനാണ് മൊയ്ജിസത്തേറ്റ് നടക്കുന്നത്. മടവൂർ CM വലിയുള്ള ഇങ്ങനെ നടന്നു പോയപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ മടവൂർ ഇങ്ങോട്ട് മാറിക്കൊടുത്തിട്ട് നടന്നാണ് നിങ്ങൾ മുന്നിലേക്ക് എന്നുണ്ടെങ്കിൽ ജിബിരിലിനെ മുന്നിലാക്കി എന്ന് വരെയുള്ള കറാമത്ത് പറഞ്ഞുകൊണ്ട് നടന്നീന അപ്പനെ, എന്ന് വരെയുള്ള കറാമത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നീന ഇവന് ഇപ്പോൾ കൂരി എട്ടിൽ കാട്ടാനൻ്റെ കണ്ണിൽ കൂടി കണ്ണീര് വരുന്നത് എങ്ങനെ കാണുന്നു? അതുണ്ട് എവിടുന്ന് കാണുന്നു? അതൊന്നും കാണൂല. അനക്കെന്തും പറയാം, സമദിനും കുഞ്ഞാമീനും നൗഷാദിനും എന്തും പറയാം, വേറുള്ളവർക്ക് എന്തും പറയാൻ പറ്റൂല എന്നല്ല. അതൊക്കെ നിർത്തി വെച്ചല കേട്ടോ. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ഇനി എല്ലാ ചെറിയ കുട്ടികളും മറുപടി തരും. അതിന് കുറച്ച് അപ്പുറത്തും ഉണ്ടാവും സംഭവങ്ങൾ ചിന്തിക്കാണ്ടോടെയൊക്കെ. എന്താ അവിടെ ചിന്തിക്കാനുള്ളത്? എന്താണ് അവിടെ ചിന്തിക്കാനുള്ളത്? പറയേ. എന്നിട്ട് ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അത് വെച്ചിട്ടാണ് ഇപ്പൊ കറാമത്ത് ചിന്തിക്കാണ്ട് എന്നാണ് പിന്നെ ഒന്നും ചിന്തിക്കാതെയെന്നോ? ചിന്തിച്ചുകാണ്ട് പറയാ. ത്തിനെ അളക്കുന്നതും അതിനെ കൊച്ചാക്കി സംസാരിക്കുന്നതും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ഇതിനൊക്കെ കൊച്ചാക്കി പറഞ്ഞത് ആര് പറഞ്ഞതാ നിങ്ങൾ കേട്ട്? നമ്മളെ ഇന്ദ്രൻസ് ഇന്ദ്രൻസ് അല്ല, എന്താ ഇവൻ്റെ പേര്? സമത് പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടത്? ഈ സമത് പറഞ്ഞതല്ലേ കേട്ടത്? അപ്പോൾ ഇവൻ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇവനാണിപ്പോൾ എന്ത് ചെയ്തത്? ഇതിനെ കൊച്ചാക്കി കണ്ടുതാക്കി സംസാരിച്ചത്. ആ സഹോദരി, ആ അമുസ്ലിമായ സഹോദരി, ആ സഹോദരിക്ക് ഉണ്ടായ അനുഭവം അത്രയും പ്രയാസപ്പെട്ട് കണ്ട് കയറി ചെന്നപ്പോൾ ഏത് കൂരി ഇരുട്ടിലും ഏത് മഴ പെയ്യുമ്പോഴും അവർക്ക് കാണാൻ സാധിക്കും. പൊന്നാര സമതെ കണ്ണീര് വരുന്നതും ഒക്കെ അവർക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിന്നെ കൂരി ഇരുട്ടിലെങ്ങനെ ആനനെ കണ്ടു? കൂരി ഇരുട്ട് പെരും മഴയും അതുപോലെ തന്നെ കറുപ്പ് ആനയും കറുപ്പ് എങ്ങനെ ഇപ്പം കണ്ടത്? ആനനെ തന്നെ എങ്ങനെ കണ്ടു? ഇജ്ജെവിടുന്നാ വണ്ടി അറിയത്? അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ കറാമത്തായിട്ട് വേറുള്ളവരുണ്ട് അംഗീകരിക്കണം. വേറുള്ളവർ പറയുന്നതൊക്കെ അത് വലിയൊരു തെറ്റായിട്ടും അംഗീകരിക്കണം. പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം എന്താണ് എന്ന് പഠിക്കണോ? പേരോട് ഉസ്താദ് പറഞ്ഞത്, ആ മുസ്ലിമായ സഹോദരി പറഞ്ഞത് അത് കറാമത്ത് പിന്നെ തൗഹീദും മറ്റത് ഷിർക്കുമായിട്ട് കാണുന്ന പുത്തനാശയക്കാരോടാ മറുപടി. എന്നോടൊന്നും അതിനെപ്പറ്റി മുണ്ടിയിട്ടല്ല, നിങ്ങളോടൊക്കെ മറുപടി അറിയിക്കണ വിഷയക്കാരാ.